ഓപ്പറേഷൻ സിന്ദൂർ അത് പാക് ഭീകരപ്രവർത്തനം അടക്കം വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ യാത്ര അത് ഇന്നാണ്. UAE, ജപ്പാൻ രാജ്യങ്ങളിലൊക്കെയാണ് ആദ്യത്തെ സന്ദർശനം നടക്കുക. കേരളത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസും ഒപ്പം ET മുഹമ്മദ് ബഷീറും 2 സംഘങ്ങളിലുണ്ടായിരിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ ലോകവേദികളിൽ സ്വീകരിക്കേണ്ട നിലപാടുകളൊക്കെ കഴിഞ്ഞ ദിവസം വിക്രം മിശ്ര ഈ പ്രതിനിധി സംഘത്തോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് യാത്ര തിരിക്കുക? പറയാം. ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. ഇന്ന് ആദ്യ സംഘം പുറപ്പെടുന്നത് ഇന്ന് 11 മണിയോടുകൂടി ആദ്യ സംഘം പുറപ്പെടും. ഈ ആദ്യ സംഘം പുറപ്പെടുന്നത് സഞ്ജയ് കുമാർ ഷാ ജായുടെ നേതൃത്വത്തിലുള്ള സംഘമാണിത്. ജപ്പാന്, മലേഷ്യ, സിംഗപ്പൂരിലേക്ക് പോകുന്ന സംഘമാണ്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള CPM അംഗം ജോൺ ബ്രിട്ടാസ് ഈ സംഘത്തിൽ അംഗമാണ്. ഇന്ന് നേരെ ജപ്പാനിലേക്കാണ് പോകുന്നത്. 11 ദിവസത്തിനുള്ളിൽ ഈ സംഘം 5 രാജ്യങ്ങൾ, മലേഷ്യ, അതേപോലെ കൊറിയ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും. പിന്നെ രണ്ടാമത്തെ സംഘം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പുറപ്പെടുന്നത്. ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൽ ET മുഹമ്മദ് ബഷീർ അംഗമാണ്. മുസ്ലിം ലീഗ് MP ET മുഹമ്മദ് ബഷീറും ഈ സംഘം വളരെ പ്രധാനപ്പെട്ട ഗൾഫ് മേഖലയാണ് സന്ദർശനം നടത്തുന്നത്. ഇന്ന് വൈകിട്ട് ഒരു 6 മണിയോടെ ദുബായിലെത്തുന്ന സംഘം UAE 24 വരെ UAE ഉണ്ടായിരിക്കും. അവിടെ വെച്ച് പ്രധാനപ്പെട്ട പാർലമെന്റ് രാജാക്കൾ, അതുപോലെ മന്ത്രിമാർ, അതുപോലെ വിവിധ മാധ്യമ പ്രവർത്തകർ, ഗൾഫ് ടുഡേ അടക്കമുള്ള എഡിറ്റർ അടക്കമുള്ള മുഴുവൻ വ്യക്തികളുമായിട്ടും അല്ലെങ്കിൽ തിങ്ക് ടാങ്കുമായിട്ടും UAE-യിലുള്ള ഇന്ത്യൻ സംഘം, ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം, ET മുഹമ്മദ് ബഷീർ അംഗമായ ഇന്ത്യൻ സംഘം ചർച്ചകൾ നടത്തും. 2 അജണ്ട മാത്രമാണ് ഈ സംഘത്തിന് മുമ്പിൽ വിക്രം മിശ്ര പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ. 2, 2001 മുതൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ പട്ടിക. ഇത് 2 കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച എല്ലാവിധ ഡോക്യുമെന്റുകളും തെളിവുകളും ഈ ഭീകരരുടെ സ്വത്ത് ജമ്മു കാശ്മീർ പോലീസ് കണ്ടുകെട്ടി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ കൂടി വിശദാംശങ്ങൾ പറയാം. സേതുലക്ഷ്മി, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്നത് SIA, അതായത് സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണമാണ്. ഇതനുസരിച്ചാണ് 2018 മുതൽ വിവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾ പങ്കാളികളാവുന്ന പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്ത, പാക് പൗരത്വം എടുക്കുകയും ചെയ്ത പാക് ലഷ്കർ ഭീകരന്മാരുടെ 4 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പുലാവ, അതേപോലെ തന്നെ പുലാവ ജില്ലയിലും ഷോപ്പിയാൻ ജില്ലയിലുമുള്ള അവന്തിപുരയിലുമുള്ള 29 വസ്തുവകകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇവരുടെ വീടുകളും അതേപോലെ കൃഷിസ്ഥലങ്ങളും അടക്കമാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. 92 പേരെ ഇതുവരെ ഈ സ്ലീപ്പർ സെല്ലുകളായ 92 പേരെ ലഷ്കർ-e തോയ്ബയുടെ സ്ലീപ്പർ സെല്ലുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും SIA അന്വേഷണം തുടരുകയാണ്. അതിനിടെ തന്നെ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാനുള്ള നടപടികളുമായി ജമ്മു കാശ്മീർ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിനാണ് 4000 വിമുക്ത ഭടന്മാരെ അല്ലെങ്കിൽ വിരമിച്ച സൈനികരെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ, അതേപോലെ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ വിരമിച്ച സൈനികരെ